തെറ്റ്. ഇനി തെൽബിയത്ത്. ഈ മൗലവിമാര് സാധാരണ ഒരു തെൽബിയത്ത് പറയും. എന്താണ്? ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. ഇങ്ങനെയാണ് മുശ്രിക്കുകൾ തെൽബിയത്ത് ചൊല്ലിയത്. എന്റെ പറയും ഇത് സുന്നികൾ പറയും പോലെയാണ്. സുന്നികൾ പറയുന്നത് അങ്ങനെ അള്ളാഹ്ക്ക് ഒരു വിധത്തിലുള്ള കൂരാരുണ്ട് എന്നാ സുന്നികൾ പറയുന്നത്. സുന്നികൾ പറഞ്ഞ ലാ ശരീക ലഹ്, അള്ളാഹുവിന് ഒരു നിലക്കും ഒരു കൂരാരനുമില്ല. അതേ സമയത്ത് മുശ്രിക്ക് പറഞ്ഞതോ അള്ളാഹുവിന് ഒരു സൈസ് കൂരാരുണ്ട്, ഇല്ലാന്നല്ല. ആ കൂരാരൻ അള്ളാഹിന്റെ കീഴിലാണ്. അത് വൈരുദ്ധ്യമാണ് ആ മുശ്രിക്കുകൾ പറഞ്ഞ വാചകം. കാരണം കീഴിലുള്ളവന് ഉടമസ്ഥാവകാശത്തിലുള്ള കൂറുകാരനാവൂല, അടിമ ഒരിക്കലും ഉടമയോട് കൂറുള്ളവനാവൂല. അത് ഈ മൗലവിമാർക്ക് മനസ്സിലായില്ല. എന്നിട്ട് ആ വൈരുദ്ധ്യം പറഞ്ഞ മുശ്രിക്കിന്റെ തെൽബിയത്തെടുത്തിട്ട് സുന്നികളെ മുശ്രിക്കാക്കാൻ നടക്കുകയാണ് മൗലവിമാര്. അതിനെ സംബന്ധിച്ച് ഞാൻ വിശദമായിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞ പ്രസംഗത്തിൽ. ഇവിടുന്ന് മൗലവിമാര് എല്ലാവരും ഇരുന്ന് ആലോചിച്ചു ഇനിയിപ്പോ എന്താ മറുപടി അറിയാൻ. ഒരു മറുപടിയും കിട്ടാതായപ്പോ മൗലവി ഇവിടെ വന്നിട്ട് എന്താ പതി അറിയോ? ഇബാറത്തുകൾ എന്ത് വായിച്ചിട്ടും കാര്യമില്ല. ആരിബാറത്തേന് മൗലവി വായിച്ചത്? ഇബ്നു തൈമിയന്റെ ഇബാറത്തല്ലേ വായിച്ചത്? ഇബ്നു തൈമിയന്റെ വാക്ക് ഖുർആൻ പോലെയാണ് നിങ്ങളെ വിചിന്തനത്തിലില്ലേ? ഇബ്നു തൈമിയന്റെ വാക്ക് ഖുർആൻ പോലെയാണ് നിങ്ങളെ വിചിന്തനത്തിലില്ലേ? ആ ഇബ്നു തൈമിയന്റെ വാക്കല്ലേ ഞാൻ ഉദ്ധരിച്ചത് ഇബാറത്ത്? എന്നിട്ട് ഇപ്പൊ പറഞ്ഞ ഇബാറത്ത് എന്ത് പറഞ്ഞു കാര്യമില്ല. അതൊന്ന് വെച്ചു കൊടുത്ത. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തെൽബിയത്തിനെ പറ്റി പ്രസംഗിച്ചു. ഒന്ന് വെച്ചു കൊടുക്ക്. എന്തേ മൗലവി മറുപടി അറിയാണ്ട് പോകാൻ കാരണം? ഒന്ന് വെച്ചു കൊടുക്കും. മൗലവിമാർക്കുണ്ടല്ലോ ഒരു തെൽബിയത്ത്, അതായി പറയാൻ പോലെ തെൽബിയത്ത്, മുശ്രിക്കുകളെ തെൽബിയത്ത്. ഈ തെൽബിയത്തിനെ സംബന്ധിച്ച് ഇബ്നു തൈമിയ്യ പറയുന്നത് ഈ തെൽബിയത്തെ അരി കക്ഷികളാ. ആര്? അള്ളാന്റെ കൂറുകാരായ ശുപാർശക്കാര് എന്ന് വിശ്വസിക്കുന്ന കക്ഷികൾ. അതുപോലെ അള്ളാഹുവിന്റെ കൂറുകാരാണ്, അള്ളാന്റെ മക്കളാണ് മലക്കുകൾ എന്ന് വിശ്വസിക്കുന്ന കക്ഷികൾ. ആ കക്ഷികളാണ് തെൽബിയത്തിൽ. ഇതെന്ത് തെൽബിയത്ത്? അത് ഞാൻ വായിക്കാം, നോക്കി വായിക്കാം. വക്കാനു യഖൂലൂന, അവർ പറയുന്നവരായിരുന്നു, ഫീ തെൽബിയത്തിഹിം, അവരുടെ തെൽബിയത്തിൽ, ലബ്ബൈക ലാ ശരീക ലക്, പടച്ചവരെ നിനക്കുത്തരം ചെയ്യുന്നു, നിനക്ക് കൂറുകാരനില്ല. ഇല്ലാ ശരീകൻ ഹുവ ലക, നിനക്കൊരു കൂറുകാരുണ്ട്. ഇല്ലാ ശരീകൻ ഹുവ ലക, ആ കൂറുകാരൻ നിനക്കുള്ളതാണ്. തംലികുഹു വമാ മലക, ആ കൂറുകാരനെ നീ ഉടമയാക്കുന്നു. വമാ മലക, ആ കൂറുകാരൻ ഉടമയാക്കിയതിനെയും നീ ഉടമയാക്കുന്നു. ഇതുപോലെ സോണിയാഗാന്ധിയും പ്രധാനമന്ത്രിന്റെ കീഴിലാന്ന് പറഞ്ഞില്ലേ? അതുപോലെ നിന്റെ കീഴിൽ തന്നെ നിന്നെയും കൂടി നീ അയാളെയും കൂടി അവളെയും കൂടി ഭരിക്കുന്നുണ്ട്. പക്ഷെ അവള് പറയും പോലെ കേൾക്കാണ്ടൊട്ട് പറ്റിയില്ല. ആ രൂപത്തിലാണ് അവർ ഈ വിഗ്രഹങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹ് അവർക്കൊരു മറുപടി പറയുന്നുണ്ട് ഖുർആൻ. ഈ തെൽബിയത്തുകാർക്കൊരു മറുപടി, അള്ളാന്റെ മറുപടി കേട്ടോളി. വഖാല തആല, അവരെ മറുപടി അള്ളാഹ് പറഞ്ഞത് ഇബ്നു തൈമിയ്യ അവിടെ ഉദ്ധരിക്കുന്നു. ضرب لكم مثلا من أنفسكم هل لكم مما ملكت أيمانكم من شركاء فيما رزقناكم فأنتم فيه سواء تخافونهم كخيفتكم أنفسكم كذلك نفصل الآيات لقوم يعقلون. പടച്ചവന് കൂറുകാരുണ്ടെന്നും ആ കൂറുകാർ അള്ളാന്റെ കീഴിലാണെന്നും അവരാണ് ഞങ്ങളെ ദൈവങ്ങളെന്നും ആ ദൈവങ്ങൾ പഠിച്ചവരോട് ശുപാർശ പറഞ്ഞ് കൽപ്പനാ സ്വഭാവത്തിൽ ശുപാർശ പറഞ്ഞ് ആ റബ്ബിനെ അനുസരിപ്പിക്കുമെന്നും റബ്ബ് അവർക്ക് വഴിപ്പെടേണ്ടി വരുമെന്നും പറയുന്ന മുശ്രിക്കീങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി അള്ളാഹ് പറയാണ്, ലറബലക്കും മസലം മിൻ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ തന്നെ നിങ്ങൾക്ക് അല്ലാഹു ഒരു ഉപമയാക്കി തന്നിരിക്കുന്നു. ചിന്തിക്കാൻ ഹല്ലക്കും നിങ്ങൾക്കുണ്ടോ മിമ്മ മലക്കത്തെ ഐമാനുക്കും മിൻ ശുറക്കാ, നിങ്ങളുടെ ഉടമസ്ഥതയുടെ കീഴിലുള്ള വല്ല അടിമകളും നിങ്ങൾക്ക് കൂറുകാരുണ്ടോ? കൂറാണെങ്കിൽ പിന്നെ അടിമയല്ലല്ലോ, അടിമയാണെങ്കിൽ പിന്നെ കൂറല്ലല്ലോ, കൂറുള്ളവരാണെങ്കിൽ കീലല്ലല്ലോ, കീലാണെങ്കിൽ കൂറല്ലല്ലോ. അപ്പൊ നിങ്ങള് അള്ളാന്റെ കീഴിലുള്ള കൂറുകാരി എന്നല്ലേ പറയുന്നു? ഇല്ലാ ശരീകൻ ഹുവ ലക, നിനക്കൊരു കൂറുകാരുണ്ട്. പഠിച്ചവരെ നിന്റെ ഉടമസ്ഥതയിൽ ഉള്ള കൂറുകാരെ എന്നല്ലേ നിങ്ങൾ പറയുന്നു? അങ്ങനെ ഒരു കൂറുകാരുണ്ടാവോ? കൂറുണ്ടെങ്കിലും ഉടമസ്ഥയുടെ കീഴിലല്ല, കീഴിലാണെങ്കിലോ ഉടമസ്ഥയുടെ കീഴിലാണെങ്കിലോ അടിമയാണ്, കൂറുകാരനല്ല. അല്ലാതെ രണ്ടും കൂടി ഒന്നായിട്ടുണ്ടാവോ? പൊന്നിന്റെ ഇരുമ്പൊലൊക്കെ ഉണ്ടാവോ മൗലവി? മൗലവിമാര് ശരിക്കും ശ്രദ്ധിക്കും. പൊന്നിന്റെ ഇരുമ്പൊലൊക്കെ ഉണ്ടാവോ? ഗോതമ്പത്തിന്റെ പൊടിയരിക്കഞ്ഞി ഉണ്ടാവോ? ഗോതമ്പത്തിൻ്റെതാണെങ്കിൽ അത് പൊടിയരിക്കഞ്ഞിയല്ല, ഗോതമ്പത്തിന്റെ കഞ്ഞി. പൊന്നിന്റെ ഇരുമ്പൊലക്ക ഉണ്ടാവില്ല, അത് പൊന്നൊലക്ക.
പൊന്നിന് ഇരുമ്പൊലൊക്കെ ഉണ്ടാവൂല. ഇതുപോലെ കൂറുകാരാണ് എന്നൊരു ഭാഗത്ത് പറയാ, അള്ളാന്റെ കീഴിലുള്ള അള്ളാന്റെ ഉടമസ്ഥതയിലുള്ള അടിമയാണെന്ന് വേറെയും പറയാ. അങ്ങനെ ഒന്നും ഉണ്ടാവോ എന്ന് അള്ളാഹ് ചോദിക്കുന്നത്. ഉണ്ടാവൂലല്ലോ. അപ്പൊ മുശ്രിക്കീങ്ങൾ പറഞ്ഞത് വൈരുദ്ധ്യമാണ്, കള്ളം പറയാണ്, വൈരുദ്ധ്യം പറയാണ്. ഏതുപോലെ മൗലവിമാര് പറയും പോലെ. മൗലവി എന്ത് പറഞ്ഞു? ഞാൻ ഷാഫി ഇമാമിനെ കാണും ഇവരുള്ള ആളല്ല, ഞാൻ കേൾപ്പിച്ചില്ലേ? ഇമാമിങ്ങളെ ഞങ്ങൾ തള്ളുന്നില്ല. ഷാഫി ഇമാം റഹിമഹുല്ലാഹ് എന്ത് പറഞ്ഞു? മുശ്രിക്കീങ്ങൾ അവിശ്വാസികളാണ്, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. മൗലവി എന്ത് പറഞ്ഞു? അതാരോ പറഞ്ഞതാണ്, വിശ്വസിക്കാൻ അപ്പറഞ്ഞ് അംഗീകരിച്ചൂടാ. അപ്പൊ മൗലവിന്റെ വാക്ക് വൈരുദ്ധ്യായില്ലേ? ഇമാമിങ്ങൾ എന്നെ സ്വീകരിക്കൂന്ന് പറയാ, ഇമാമിങ്ങൾ പറഞ്ഞേ കാണിക്കുമ്പോ അത് നമ്മൾ സ്വീകരിക്കൂല എന്നും പറയാം. ഇതുപോലെ പൊന്നിന്റെ ഇരുമ്പൊലൊക്കെ ഉണ്ടാവൂല, ഇമാമിങ്ങളെ സ്വീകരിക്കുന്ന മുജാഹിദ് ഉണ്ടാവൂല. ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഇതുപോലെ അള്ളാന്റെ ഉടമസ്ഥതയുടെ കീഴിലുള്ള കൂറുകാരനുണ്ടാവൂല. അപ്പൊ മുശ്രിക്കീങ്ങൾ പറഞ്ഞ വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് അള്ളാഹ് ചോദിക്കുന്നു, നിങ്ങളെ അടിമകൾ നിങ്ങളെ കൂറുകാരാകുമോ? അതെ, നിങ്ങൾക്ക് നമ്മൾ തന്ന അടിമകളാണ്, എന്നാൽ ആദ്യം നിങ്ങളെ കൂറുകാരാ, നിങ്ങൾ സമ്മതിക്കോ? സ്വതന്ത്രന്മാരായ നിങ്ങൾ പരസ്പരം പേടിക്കും പോലെ നിങ്ങൾ അടിമകളെ പേടിക്കുന്ന അവസ്ഥ ഉണ്ടാകുമോ? ഉണ്ടാവുകയില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തേ തെൽബിയത്ത് ചൊല്ലുമ്പോ എന്റെ കൂറുകാരനാണ് എന്ന് പറയുന്നു, ഞാൻ അവർക്ക് ഭയപ്പെടേണ്ടി വരും, ഞാൻ പേടിക്കേണ്ടി വരും എന്ന് നിങ്ങൾ പറയുന്നു, എന്റെ കീഴിലുള്ളവരാണ് എന്ന് നിങ്ങൾ പറയുന്നു. ഇത് വിഡ്ഢിത്തമല്ലേ, വൈരുദ്ധ്യമല്ലേ? കദാലിക നുഫസിലുൽ ആയാതി ലിഖൗമിൻ യഖിലൂൻ. അഖലുള്ളവർക്ക്, ബുദ്ധിയുള്ളവർക്ക് നമ്മളെ ദൃഷ്ടാന്തം വിവരിക്കൽ ഇങ്ങനെയാണ് നബിയേ. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ ഞാൻ ശരിക്കും വിവരിക്കുന്നുണ്ടെന്ന് അല്ലാഹ് ഖുർആനിൽ പറയുന്നു. ഇത് ഈ ആയത്ത് കൊടുത്തുകൊണ്ട് ഇബ്നു തൈമിയ്യ തന്നെ വിശദീകരിക്കുന്നത് പഠിച്ചോ മൗലവിമാരെ. ബയ്യന സുബ്ഹാനഹു ബിൽ മസലില്ലദീ ദറബഹു ലഹും. ഈ ഉപമ കൊണ്ട് അല്ലാഹു തആല അവർക്ക് വിവരിച്ചു കൊടുത്തു. അന്നഹു ലാ യംബഗി അൻ യുജ്അല മംലൂകുഹു ശരീകഹു. അള്ളാന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സാധനത്തെ അള്ളാന്റെ കൂറുകാരനാണെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഫഖാല, അപ്പൊ അള്ളാഹ് പറയാണ്, ഹല്ലക്കും മിമ്മാ മലക്കത്ത് ഐമാനുക്കും മിൻ ശുറകാ ഫീമാ റസഖനാകും ഫഅൻതും ഫീഹി സവാഉൻ യഖാഫു അഹദുക്കും മംലൂകഹു കമാ യഖാഫു ബഅദുക്കും ബഅദാ. അങ്ങനെ ഉടമസ്ഥതയുടെ കീഴിലുള്ളവരെ അതാ ഉടമസ്ഥൻ ഭയപ്പെടേണ്ട സന്ദർഭം വരൂലല്ലോ. ഫൈദാ കാന അഹദുക്കും ലാ യർളാ അൻ യകൂന മംലൂകുഹു ശരീകഹു. അങ്ങനെ ഉടമസ്ഥതയിലുള്ളവര് കൂറുകാരനാണെന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടൂലല്ലോ. പിന്നെ നിങ്ങൾ പടച്ചവനെ പറ്റി പടച്ചവന്റെ ഉടമസ്ഥതയിലാണ് എന്ന് പറയുകയും അല്ലാഹുവിന്റെ കൂറുകാരനാണെന്ന് പറയുകയും ചെയ്യുന്നത് അല്ലാഹ് ഇഷ്ടപ്പെടുമോ? ഫകൈഫ തർളൗന അൻ യകൂന ലിറബ്ബിക്കും ശുറകാ മിൻ നബീദിഹി. പടച്ചവന്റെ അടിമകളിൽ അല്ലാഹുക്ക് കൂറുകാരുണ്ടെന്ന് പറയുന്നത് അല്ലാഹ് തൃപ്തിപ്പെടുമോ? നിങ്ങളെന്ത് വിഡ്ഢിത്തമാ അബൂജഹലെ പറഞ്ഞത് എന്ന് അല്ലാഹ് ചോദിക്കുകയാണ്. നിങ്ങൾ എവിടെയും ഒരു തെളിവായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സംഗതിയാണ് ഈ തെൽബിയത്തിന്റെ വാചകം, മുശ്രിക്കിന്റെ തെൽബിയത്ത്. അതിന് ഖണ്ഡിതമായ മറുപടി ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യയുടെ ഇബാറത്ത് വായിച്ച് ഞാൻ പറഞ്ഞപ്പോ ഖാമാന്ന് മൗലവിക്ക് പറയാൻ കഴിഞ്ഞില്ല.